ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ. അല്ല സോറി, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ്. കേരള വനം വകുപ്പ് റാന്നി ഡിവിഷനാണ്. ആങ്ങമൂഴി PO ഗുഡ്രിക്കൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കിനി പെർമിഷൻ എടുത്തിട്ട് വേണം നമുക്ക് ഗവിക്ക് പോവാൻ. സാധാരണ പത്തനംതിട്ട വഴിയാണ് എല്ലാവരും ഗവിക്ക് വരിക. ഇത് പത്തനംതിട്ടയിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത സ്ഥലമാണ് ഈ അനങ്ങാമൂഴി എന്ന് പറയുന്നത്. അവിടെ എത്തി നമുക്ക് ആ യാത്രയൊന്ന് കുറഞ്ഞ് കിട്ടിയതാണ്. അപ്പോൾ ഒരു പ്രത്യേക വൈബിൽ ആ പത്തനംതിട്ട ടൗണിൽ താമസിക്കണ്ട എന്നുള്ള നിലയിൽ ഇതൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നതാണ്. ഗവിക്ക് പോകുന്ന വണ്ടികളാണ്, അങ്ങനെ ആയിരിക്കണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഹോൾട്ട് ചെയ്തത്. നല്ല ചോയ്സായി തോന്നി. അല്ലെങ്കിൽ ആ ടൗണിലല്ലേ താമസിക്കണ്ടേ, പത്തനംതിട്ടയിൽ. എല്ലാവരും രാവിലെ പത്തനംതിട്ടയിൽ KSRTCക്കാണ് ഇങ്ങോട്ട് വരാറ് പതിവ്. ഇവിടെ നമ്മൾ പെർമിഷൻ എടുക്കാനാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഫോറസ്റ്റ് ഓഫീസ്. ഇവിടെയാണ് നമ്മുടെ പെർമിഷൻ എടുക്കുന്ന സ്ഥലം. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. കുറേ ഉൽപ്പന്നങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. കോഫി പൗഡർ, അങ്ങനെ കുറേ സംഭവമുണ്ട്. ഇവിടെ കേരള വനം വന്യജീവി വകുപ്പ് വനശ്രീ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കാനുള്ള എല്ലാം ഉണ്ട് കേട്ടോ. കുന്തിരിക്കം, ഇഞ്ച, വൻതേൻ, മഞ്ഞൾ, വൈദേഹി എണ്ണ, അങ്ങനെ പല സംഭവമുണ്ട്. ദന്തപ്പാല എണ്ണ, ഇതിൻ്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പേരുകളൊക്കെ എഴുതി ഡീറ്റെയിൽസും വണ്ടി നമ്പറും നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എഴുതി ഇവിടെ കൊടുക്കണം. എന്നിട്ടാണ് ഇവിടുന്ന് പാസ് തരിക. ഇതാണ് ചെക്ക് പോസ്റ്റ് ആണ്. ഗവിയിലേക്ക് പോകുന്ന ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ ഇത്. ഇന്ന് നമ്മൾ കാടിന്റെ ഉൾപ്രദേശങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാട് എന്ന് പറഞ്ഞാൽ ഒരു 1.5 കാടാണ് കേട്ടോ. എവിടെ നോക്കിയാലും നമുക്ക് ആനകളുടെ പിണ്ടം കാണാനുള്ള ധാരാളം സാധ്യതയുണ്ട്. 5-6 ഡാമുകൾ കിട്ടും. അതുപോലെ തന്നെ പുൽമൈതാനങ്ങൾ കാണാൻ പറ്റും. ധാരാളം മലഞ്ചെരുവുകൾ നമുക്ക് കാണാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനകളുടെ വളരെ ദൂരെയുള്ള ദർശനവും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാത്തരം വന്യമൃഗങ്ങളും ഇവിടെയുണ്ട്. കരിമ്പുലി, കടുവ, കരടി തുടങ്ങി ഒരുവിധം വൈൽഡായിട്ടുള്ള എല്ലാം ഉണ്ട്. പക്ഷികൾ 100 കണക്കിന് വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളും ഇവിടെ കണ്ടിട്ടുണ്ട്. നല്ല വ്യൂ പോയിന്റുകളുണ്ട്. ഫോട്ടോ എടുത്ത് നമുക്ക് മടുക്കും. കാട്ടിൽ പെർമിറ്റ് തരുന്ന ഫോട്ടോ പോയിന്റുകളിൽ മാത്രം നിർത്തി ഫോട്ടോ വീഡിയോ പിടുത്തമാവാം. മറ്റത് കൈവിട്ട കളിയാണ്. മണിക്കൂറുകൾ എത്ര യാത്ര ചെയ്താലും നമുക്ക് മടുക്കില്ല. ഈ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത വെച്ചാൽ നമ്മൾ കണ്ണുകൾ തുറന്നു വെക്കുക, കാതുകളും തുറന്നു വെക്കുക. ധാരാളം മരങ്ങൾ കാണും. ആ മരങ്ങളൊക്കെ തന്നെ ഓരോ മരവും മറ്റൊരു മരവുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളാണ്. അതിൻ്റെ ഇലകളിൽ വൈവിധ്യമുണ്ട്. നീലാകാശത്തിന് താഴെ ചുവന്ന അഗ്നിനാളങ്ങൾ പോലെയുള്ള ചുവന്ന ഇലകൾ, നിറച്ചും ചുവന്ന ഇലകളുള്ള വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള കാഴ്ചയാണ് അതൊക്കെ. ഞാൻ എൻ്റെ ഈ ആമുഖ വർത്തമാനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഗവിയിലെ അത്ഭുത കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വീഡിയോയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് മൂഴിയാർ ഡാമാണ് കേട്ടോ. KSEBയുടെ അണ്ടറിലുള്ളതാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇത് മൂഴിയാർ ഡാം. ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതുവഴിയാണ് പോകുന്നത്. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പുറത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ. ഇവിടെ വെള്ളമില്ല. ഇതാണ് ഏരിയ.
ഇത് ഒരു റിക്രിയേഷൻ ക്ലബ്ബാണ്, KSEBയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതൊക്കെ ഇതെന്താണ്, ചുരളിയോ കുമളി? ചുരളിയാ വെച്ചേ. കുമളിക്ക് 82 കിലോമീറ്റർ, ഗവിക്ക് 41 കിലോമീറ്റർ. ഇവിടെ കുറേ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. KSEBയുടെ അണ്ടറിലുള്ള സംഭവമാണ്. ഇവിടെ ചായ കിട്ടുമോ? ചായ കിട്ടുമോ ചേട്ടാ ഇവിടെ? ഇവിടെ നമുക്ക് ചായ കുടിച്ചു പോവാം. അതല്ലേ, ഇവിടെ യൂണിയൻകാരുടെ മൊത്തം കുടികളാണ്. എല്ലാ യൂണിയനും ഉണ്ട്, ഡിസ്പെൻസറി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ചായ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. KSEBയുടെ അണ്ടറിലുള്ള ഒരു സംഗതിയാണ് ഇവിടെ ഉള്ളത്. ചായ ഉണ്ട് അവിടെ? ട്രൈബൽസ് ആയിരിക്കും കൂടുതൽ. ട്രൈബൽസ് ആണ് ഇവിടെ കൂടുതൽ എന്നാ പറയുന്നത്. അത് രണ്ടും കൂടാണോ അതോ? 10 രൂപ. KSEBന്റെ അല്ലേ? എവിടുന്ന് വരുന്നത് സാർ? ഞങ്ങൾ മലപ്പുറം സ്കൂളിലാണോ അതോ? നമ്മുടെ സ്കൂളാണ്. ചേട്ടൻ എവിടെ ഉള്ള ആളാ? ഞാൻ അല്ല, എൻ്റെ വീട് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയാ. ഇവിടെ ഇത് നടത്താൻ അല്ലല്ല, ഞാൻ സ്കൂളിൽ ജോലി ചെയ്യും. ഏത് സ്കൂളാ? ഇവിടെ ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. ശരി. UP സ്കൂൾ. അതാണോ ഇപ്പൊ നമ്മൾ കണ്ടത്? റിക്രിയേഷൻ ശരി. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടില്ലേ? അപ്പൊ ഇവിടെ പഠിക്കുന്ന ട്രൈബൽസ് ആയിരിക്കും പിള്ളേരെ? അത് ശരി. കുറവാ, മൊത്തം കൂടെ 35 പിള്ളേരെ പഠിക്കും. ആകെ 35 കുട്ടികൾ? ആകെ സാറോ ഒരു അധ്യാപകനാ? അല്ലല്ല, എത്ര പേരുണ്ട്? 10 സ്റ്റാഫുണ്ട്. 10 പേരാണ് 35 കുട്ടികൾക്ക്. ഓക്കെ. സാറിന്റെ കുടുംബം ഇവിടെ ഇപ്പം വെക്കേഷൻ ഉണ്ട്. എല്ലാവരുടെ ഫോട്ടോസ് വേണം. ഇപ്പൊ ട്രൈബൽ സ്കൂൾ അല്ലേ? ഓക്കെ. ഞങ്ങൾ മലപ്പുറം അല്ലേ? ഈ സ്ഥലത്തിന്റെ പേര് മൂഴിയാർ എന്നാണ് കേട്ടോ. ഇത് സീതത്തോട് പഞ്ചായത്താണോ? അതാണ്. ഓക്കെ. സീതത്തോട് പഞ്ചായത്തിലെ മൂഴിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് KSEBയുടെ അധീനതയിലുള്ള ഒരു സ്ഥലം. ഇവിടെ വന്നാൽ മൂത്രമൊഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് വണ്ടി നിർത്തി മൂത്രമൊക്കെ ഒഴിച്ച് നല്ല പരിപ്പ് വടയും ചായയും കിട്ടി. ഇവിടെ ഒരു സ്റ്റോറുണ്ട്, അത് കഴിച്ച് കുറച്ച് ഫോട്ടോസും എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും പോവുകയാണ്. സീതത്തോട് ഗ്രാമപഞ്ചായത്ത്, ഗവി സീതത്തോട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിനി വീണ്ടും കാട്ടിലേക്ക് എൻട്രി ചെയ്യണം. കാട്ടിലിടക്കുള്ള ഒരു സ്ഥലം മാത്രം ഇതാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ഏതായാലും KSEBയുടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്തെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും KSEBയുടെയും പിന്നെ കെട്ടിടങ്ങളും സംഗതികളും ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിലപ്പോൾ വലിയ പ്രതീക്ഷ വേണ്ട. വെള്ളം താഴേക്ക് പോയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയാണ്, പെൻ സ്റ്റോക്കാണിത്. അടിപൊളിയുണ്ടല്ലേ, നല്ല കാഴ്ചയില്ലേ. അതവിടെ ഒരു സഫാരി വണ്ടി കിടപ്പുണ്ട്. മുകളിലേക്ക് ഇതേപോലെ, ഇത് മുകളിൽ നിന്നാണ് വരുന്നത്. വെള്ളം സ്റ്റോർ ചെയ്ത് താഴേക്ക് വരികയാണ്. കറണ്ട് ഇങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സഫാരി വണ്ടിയാണ് കണ്ടോ, ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. വെള്ളം വരണത് അങ്ങനെയാണ്, സ്റ്റോർ ചെയ്ത് കൊണ്ടുവന്നിട്ട് കറണ്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ ആ പൈപ്പ് കണ്ടില്ലേ, വലിയ പൈപ്പ്. ഇത് പോയി താഴേക്ക് പോയിട്ട് ഒരു പ്രത്യേക രീതിയിൽ എൻജിൻ വർക്കൗട്ട് ചെയ്തിട്ടാണ് കറണ്ട് ഉണ്ടാക്കുക. അതായത് മുകളിലുള്ള ഡാമില് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടോ, അവിടെ ഈ പൈപ്പ് പെൻസ്റ്റോക്ക് വഴി താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പവർ ഹൗസ് അവിടെ ഒരു ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്ററിന്റെ ചക്രത്തിനാണ് ടർബൈൻ എന്ന് പറയുന്നത്. ആ ടർബൈനിലേക്ക് ഈ വെള്ളം ശക്തമായിട്ട് തിന്ന് ചാടും. അപ്പോൾ ആ ടർബൈൻ ഓട്ടോമാറ്റിക് ആയിട്ട് കറങ്ങും. അപ്പോൾ അതിന്റെ ഉള്ളിലുള്ള മോട്ടോർ പ്രവർത്തിക്കും. അതിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കും. ഇവിടെ നിർത്തിയിട്ടെടുക്കുക. ഇവിടെ സൈഡുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കണ്ടോ, അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇതാണ് ഡാം കേട്ടോ. നല്ല രസമുണ്ടല്ലേ, പൊളി പൊളി പൊളി. എന്ത് മനോഹരമാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അല്ലേ. ഇതിങ്ങനെ ക്യാമറയിലിങ്ങനെ വെക്കുമ്പേ, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു വേറൊരാണ്, വലുപ്പം ഭയങ്കരമാണ്.
ബാക്ക് കക്കി ഡാം എഴുതി വെച്ചിട്ടുണ്ട്. വെൽക്കം ടു കക്കി ഡാം. ഓക്കെ. ഇതിപ്പം ഗവി ഫോറസ്റ്റ് സ്റ്റേഷനാണ്, വള്ളക്കടവ് റേഞ്ച്. അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സോളാർ വേലിയൊക്കെ കിട്ടിയിരുന്ന ആന വരുന്നതുകൊണ്ടാണ്. ഫുൾ ആന ശല്യമുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ വന്ന എല്ലാ സ്ഥലത്തും ആനയുടെ ആ ഒരു ഇത് കാണാനുണ്ട്. ആന പിണ്ടി ഇട്ടിട്ടുണ്ട്. 3 ഡാം നമ്മൾ കവർ ചെയ്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗമാണ് ചെക്ക് പോസ്റ്റ്. ഇനി ഇവിടെ സൈൻ ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പേപ്പറുകളൊക്കെ ഇവിടെ കാണിക്കണം. ഇത് കൊള്ളാലോ, ഒരു പ്രത്യേകതരം പൂവാണല്ലേ, ഒരു പ്രത്യേകതരം പൂവ്. ഇവിടെ നമ്മുടെ പേപ്പറുകളൊക്കെ കാണിച്ച് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. ഇത് പെരിയാർ ടൈഗർ റിസർവോയറിൻ്റെ ഒരു ഭാഗം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ കടുവകൾ ഈ സെക്ഷനിൽ കടുവകളുണ്ട്. അപ്പോൾ വന്യമൃഗങ്ങൾ നന്നായിട്ടുള്ള ഒരു സെക്ഷനും കൂടിയാണ് കേട്ടോ. കടുവകളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. പ്രിയപ്പെട്ട ഒരു ചെടിയുടെ പേരേ തുമ്പുർജിയ എന്നാണ് കേട്ടോ. ഒന്ന് അടിച്ചു നോക്കണം ഗൂഗിളിൽ, തുമ്പുർജിയ. ചെക്ക് പോസ്റ്റ് നമുക്ക് വേണ്ടി തുറന്നു. ഇനി നമുക്ക് പോവാം. കയറിക്കാം. നമ്മുടെ പറകിലെ വണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വെർത്തായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ ഇത്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്. മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. ശരിക്കും കാടിൻ്റെ ആ ഒരു വന്യത ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഗവി ഫോറസ്റ്റിലുള്ള ഈ ഒരു യാത്ര തന്നെ അനുഭവിക്കണം. അതിരപ്പള്ളി വാഴച്ചാലൊന്നും ഒന്നും ഇല്ല കേട്ടോ, ഇതിൻ്റെ അടുത്തേ എത്തത്തില്ല. നേരെ മുകളിലിരിക്കുന്നതാ, പിന്നെ ഏറ്റവും മുകളിലിരിക്കുന്നത് ഉണ്ടല്ലേ? ഒന്നല്ല, ഇപ്പുറത്തൊക്കെ ഉണ്ട്. കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തോ. സൂം ചെയ്തില്ല, കിട്ടിയില്ലേ? ചുപമ്പ എക്കോ ടൂറിസം ആണ് കേട്ടോ, ഗവി ഡിവിഷൻ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ട്രക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, കട്ടവഞ്ചി, ജംഗിൾ ക്യാമ്പ്, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട് ഇവിടെ. നേരത്തെ ബുക്ക് ചെയ്യണം. ഞങ്ങളുടെ ഭക്ഷണം ഇവിടെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പരിപാടിയാണ്. മനസ്സിലായില്ലേ? നമുക്കുള്ള ഫുഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കണത്. ഇവിടെ കുറേ വിൽപ്പനകളും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മാഷ അങ്ങോട്ട് പോയിട്ടുണ്ട് ഓഫീസിലേക്ക്. അവിടെ ഭക്ഷണത്തിൻ്റെ ഏർപ്പാടുകൾ ചോദിക്കാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട അതേ ചെടി തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ധാരാളമായിട്ട്. ഇതിൽ മഞ്ഞ പൂവ്, ചുവപ്പ് മാത്രമല്ല, ഇത് മഞ്ഞയുണ്ട്. അത് വേറെ പൂവാണോ? ഇത് ആദ്യം ഇങ്ങനെ ഉണ്ടാവും, പിന്നെ അത് കളർ മാറുകയാണ്. ഓക്കെ. അല്ലല്ലോ, ഇതൊക്കെ വേറെ ആണല്ലോടാ. അത് വേറെയാടാ. അങ്ങനെയാണെങ്കിൽ അതെനിക്ക് തോന്നുന്നില്ല. അത് വേറൊരു സാധനമാണോ സംശയമുണ്ട്. അത് വേറെ ഐറ്റം ആണോ? ഒരു ഐറ്റം അല്ല, ഒറ്റ പൂ മാത്രമേ ഉള്ളൂ അവിടെ. അത് വേറെയാണോ? അത് വേറെ കളറുള്ള സാധനം. ഇവിടെ സഫാരിക്ക് ബോട്ടിങ്ങിനുള്ള ഡ്രസ്സൊക്കെ ഇവിടെ സെറ്റാണേ. നമ്മൾക്ക് മുന്നേ വന്ന ആളുകളാണ്. അവിടെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. റോസാപ്പൂവ്, പലതരത്തിലുള്ള പൂക്കൾ. റോസല്ല, ഇത് വേറൊരു സാധനമാണ്. ഡാലിയ. അതെ, ഡാലിയാണത്. ഓക്കെ, ഡാലിയ. ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ മുളേൻ്റെ ഏർപ്പാടുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ. അതാ, ഇതാണ് ബോട്ടിങ്ങിൻ്റെ സ്ഥലമാണ് കേട്ടോ. അവിടെ ചെറിയ ബോട്ടുണ്ട്. അവിടെ നമുക്ക് ഇവിടെ നിന്ന് ബോട്ടിങ് ചെയ്യാൻ പറ്റും. പ്ലാവാണ്, ചക്കയുണ്ട്. എന്തായാലും ഇതൊരു വർത്താണ് കേട്ടോ ഈ യാത്ര.
നമുക്ക് ഒരു തരത്തിലും നഷ്ടം വരില്ല. മലയണ്ണാനാണ് കേട്ടോ. എന്തോ തിന്നുന്നുണ്ടത്. മലയണ്ണാനാണ്. നോക്കിയ തൂങ്ങിക്കിടക്കുകയാണ് കേട്ടോ പുള്ളി. ഈ കാട്ടിൽ ധാരാളമായിട്ടുള്ള സാധന മലയണ്ണാൻ. ഭക്ഷണം നമുക്ക് അവരവർക്ക് എടുക്കാം. ചോറുണ്ട്, അച്ചാറ്, പിന്നെ എന്തോ ഒരു ക്യാരറ്റിൻ്റെ അല്ലേ, ക്യാരറ്റല്ലേ, ക്യാരറ്റിൻ്റെ അടുത്ത് ബീട്രൂട്ടിൻ്റെ. ഇവിടെ ഇതെന്താ, ക്യാബേജിൻ്റെ ഇത്. ഇവിടെ ഒരു സംഭവമാണേ, ഒരു മൊളേഷ്യം പോലെ. പിന്നെ സാമ്പാർ, മോരുകറി എല്ലാം അടിപൊളിയാണ്. രസം, പായസം എല്ലാം ഉണ്ട്. ഇത് മുൻകൂർ നമ്മൾ പറഞ്ഞ് ബുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ വന്നാൽ മാത്രമേ ഈ ഭക്ഷണം കിട്ടത്തുള്ളൂ. ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ. ഇതടക്കമുള്ള പായസം അടക്കമുള്ള പപ്പടം അടക്കമുള്ള ഫുഡാണ്. ഗൈസ്, ഭക്ഷണം കഴിച്ച് നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ പായസം അടക്കമുള്ള ഒരു സദ്യയായിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1600 രൂപയാണ് ആ ഭക്ഷണത്തിനുള്ള ചാർജ്. നമ്മൾ 10 പേരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഭക്ഷണം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു അതിൻ്റെ ഒരു വർത്ത് എന്ന് പറയുന്നത്, ആ വാല്യൂ എന്ന് പറയുന്നത്. നല്ല ഫുഡായിരുന്നു. പിന്നെ ഇതാ ഇനിയിപ്പം ബോട്ടിങ്ങിന് പോവാണ്. ഈ കാണുന്ന മരം ഉണ്ടല്ലോ, ഇത് രുദ്രാക്ഷ മരമാണ്. നേപ്പാളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന മരമാണ്. ഞാൻ ഇത് ഋഷികേശിലും ഹരിദ്വാറിലും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കായ ഉപയോഗിച്ചാണ് രുദ്രാക്ഷത്തിൻ്റെ, ഈ സന്യാസിമാരൊക്കെ ഉപയോഗിക്കുന്ന രുദ്രാക്ഷമില്ലേ, അത് ഇതിൻ്റെ കായയാണ്. ഇത് പലതരത്തിലുള്ള കണക്കുകളുണ്ട് ഇതിന്. അങ്ങനെ ഒരു മരമാണ് നമ്മളിവിടെ കണ്ടത്. നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ്. നമ്മുടെ നമ്മൾ ബോട്ടിങ്ങിനായി നമ്മുടെ ആളുകൾ വേഷമൊക്കെ ധരിച്ച് അതിൻ്റെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ റെഡിയായി. ഞങ്ങളെ കൊണ്ടിപ്പോൾ ബോട്ട് പോവും. ഇതിലെല്ലാവരും പോവോ? ഒത്തിരി ആൾ, 5 ആൾ ഒരു ബോട്ടിൽ പോകത്തുള്ളൂ. നമ്മളെന്നെ ഓടിക്കണോ? ഇത് നമ്മൾ ഓടിക്കണോ? 2 പേരുണ്ട്. ഓക്കെ ഓക്കെ. 2 ഇതിലാണ്. ആദ്യം ധൈര്യവാനായ എൻ്റെ മകൻ കയറി. കയറി കയറി. സെറ്റപ്പാക്കാണ്. എല്ലാരും കൂടെ പോവില്ല അതില്, 5 പേരേ പോവുള്ളൂ. അങ്ങനെ സന്ധ്യ ധീരോദാത്തമായി അതിലേക്ക് കയറിയിരുന്നു. സന്ധ്യ പേടിച്ചിരിക്കുകയാണ്. ഇതാ മനോഹരമായൊരു കാഴ്ചയാണ്. ആ നീലാകാശത്തിന് താഴെ ആ ഒരു തടാകക്കരയിൽ നല്ല ചെറിയൊരു ബോട്ടിങ്ങാണ് നടക്കുന്നത്. 5 അരയന്നങ്ങൾ നീന്തി തുടിക്കുന്നു എന്നാണ് നമ്മുടെ ആനി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അവസാനം ഈ ബോട്ടിലേക്ക് ഇറങ്ങി. കുന്തിരിക്കം ആണോ? ആ കാണുന്നത് കുന്തിരിക്കത്തിൻ്റെ മരമാണ് കേട്ടോ. ഏത് കാണുന്നത്? ആ വലിയ മരം. കറയാണ് എടുക്കുക. കുന്തിരിക്കത്തിൻ്റെ കറ എടുത്തിട്ടാണ്. നമ്മുടെ സാരഥി രാജേഷ് ചേട്ടനാണ്. നമ്മുടെ കൂട്ടുകാർ വളരെ ദൂരേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ജ്യോതി കാണിക്കുന്നത് കേട്ടോ. ശബരിമലയിലെ ജ്യോതി കാണിക്കുന്നത് ആ നേരെ കാണുന്ന മലയിൽ, ആ പുൽമേടിലാണ്. പൊന്നമ്പല വീട് എന്നാണ് അതിന് പറയുന്നത്. ഈ തലമുള്ളൂ കേട്ടോ. ഈ ഭാഗത്ത് ആന ഇറങ്ങുന്ന സ്ഥലമല്ലേ ഇതെല്ലാം? ആന നശിപ്പിച്ചതാണ്.
അല്ലാതെ വെട്ടിയിട്ടതല്ല. അത് ശരി, കൊള്ളാലോ. ആ പുല്ലിന്റെ ആ ഭാഗം മുഴുവൻ ആന നശിപ്പിച്ചാണ്. ആണോ? ആ ചെത്തിയതാണ് ഇത്. ഓ അത് ശരി, ഓക്കെ. ആ ഇതാണ്, ഇതല്ല. ഓക്കെ. ആ അതെ. ആ വെള്ളത്തിൽ നോക്കിയേ, ചെടികളുടെ ആ ഒരു പ്രതിബിംബം എന്ത് മനോഹരല്ലേ. ഹായ് ഹായ് ഹായ്. ഇതെന്താ പേടിച്ചിരിക്കുന്നേ? ഇതെന്താ നിങ്ങൾ പേടിച്ചിരിക്കുന്നേ? എവിടെയാണോ കടുവയെ കണ്ടേ? ഇവിടെയാണോ കണ്ടേ? ആ ഭാഗത്ത്. ആ അത് ശരി. ആ വെള്ളത്തെ ക്രോസ് ചെയ്യായിരുന്നു. വിശ്രമിക്കുകയാണ്. ആ ശരി. ഫുഡ് കിട്ടുവാണെങ്കിലേ അവനെ കൊണ്ട് എടുത്ത് വെള്ളത്തിന്റെ സൈഡിൽ കൊണ്ടിട്ടിട്ട് ഇത് കഴിക്കുക, വെള്ളം കുടിക്കുക, അവിടെ കിടക്കുക. വേറെ ഒന്നുമില്ല. ഇല്ലെങ്കിൽ മറ്റേ മൃഗങ്ങൾ എടുത്തോണ്ട് പോകും, അല്ലെങ്കിൽ എപ്പോഴും എടുത്തോണ്ട് പോകും. ആ ചെറിയ ഇലയുള്ളതാണല്ലേ പാമ്പ് കടിയേറ്റാൽ. അതിന് അണലിപ്പട്ട എന്നാണ് പറയുന്നത്. പാമ്പ് കടിയേറ്റാൽ ഉപയോഗിക്കുന്ന ഔഷധമാണ് പറയുന്നത്. അത് നാരകപ്പഴമാണ് അത്ര. നാരകപ്പഴം ഇപ്പൊ പൂത്ത് നിൽക്കാണ്. വലുതാണോ വലിയതാണോ? ചെറുത്. ഇവിടെ ഈ കാടുകളുണ്ട്, ശബരിമല പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ തന്ത്രിയൊക്കെ പ്രസാദം അത് പൂവളത്തിന്റെ അല്ലേ പറയും? അല്ല വേറൊരു തരത്തിലാണ് ഏലത്തിന്റെ ഇലകൾ. അതെ അതിന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ് അനിൽ മാഷ്. കൊള്ളായിരുന്നു കേട്ടോ, നല്ല യാത്രയായിരുന്നു. അരമണിക്കൂറാണ് മൊത്തം ഉണ്ടായിരുന്നത്. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ ആ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെയൊക്കെയുള്ള യാത്ര നന്നായിട്ട് ആസ്വദിച്ച് ഇരുന്നു. കൊള്ളാം. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കുറേ കഥകളൊക്കെ കേട്ടു. നമ്മുടെ ഈ ബോട്ട് കൈകാര്യം ചെയ്തയാളുടെ ഇവിടെ കരിമ്പുലിയൊക്കെ ഉണ്ട് അത്രേ. ആനയുണ്ട്, കരിമ്പുലിയുണ്ട്, കരടിയുണ്ട്. ഒരുവിധം വൈൽഡായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. വീണ്ടും ഒരു ബോട്ട് പോവുകയാണ് നമ്മളെ കൊണ്ടുവിട്ട് അടുത്ത ട്രിപ്പ്. ഇവരൊക്കെ ഡെയിലി വേജുകാരാണ് കേട്ടോ. അരമണിക്കൂറേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കണ്ട. അധികം സമയമൊന്നുമില്ല, നമുക്ക് കൈകാര്യം ചെയ്ത് പോകാവുന്ന ഒരു സംഭവമാണ്. നല്ല രസമാണ്. ഈ ഇപ്പം നമ്മൾ ബോട്ടിങ് നടത്തിയില്ലേ, അപ്പോൾ ഈ സ്ഥലത്ത് നിന്നാണ്, ഇതിൻ്റെ ഇച്ചിരി മുകളിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത് കേട്ടോ. നേരെ അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലേ പൊന്നമ്പലമേടൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഉത്ഭവിച്ചിട്ടാണ് ശബരിമലയിലെ താഴെ പമ്പ നമ്മളെ കുളിക്കുന്നില്ലേ, സ്നാനമൊക്കെ ചെയ്തല്ലേ മുകളിലോട്ടേക്ക് പോകുന്നത്, ആ മല തുടങ്ങണേ. അപ്പോൾ അതുവഴി ഒഴുകുന്ന ആ പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം ഇവിടെയാണ്. ഇവിടെ ഈ കെട്ടി നിർത്തിയിരിക്കുന്നത്, ഈ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പം 3 മാസം കൂടുമ്പം അവിടെ വെള്ളം കുറയും. അപ്പോൾ ഇവിടെ നിന്നും തുറന്നു വിടും. അങ്ങനെയാണ് അവിടെ കുളിക്കാനുള്ള വെള്ളമൊക്കെ കിട്ടുന്നത്. അവിടെ ആകെ വൃത്തികേടാണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നല്ല ക്ലീനായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അടിപൊളിയാണ്. ഏതായാലും വന്നു കഴിഞ്ഞാൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ, ആരും വിട്ടുപോകണ്ട. ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 2 ഡാമുണ്ട്. മീനാർ 1 ഡാം, മീനാർ 2 ഡാം. അങ്ങനെ 2 ഡാമുകൾ ഇവിടെ തൊട്ടടുത്തുണ്ട് കേട്ടോ. അതിൻ്റെ ബോർഡ് കണ്ടു, ഞാനത് എടുക്കാൻ പറ്റിയില്ല.
പിന്നെ ഇവിടെ ഒരു ATM കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ, മൈക്രോ ATM. സ്ഥലത്തിൻ്റെ പേരെനിക്ക് മനസ്സിലായില്ല. ട്രൈബൽസ് ഒക്കെ താമസിക്കുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഉദ്ദേശിച്ച സ്ഥലം എത്തി കേട്ടോ. ഇതാണ് സിനിമയിലൂടെ പ്രസിദ്ധമായ ഗവി എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേരിലാണ് യാത്ര. എക്കോ ഷോപ്പ് KFDC. ഇവിടെ ഒരു ഡാം ഉണ്ട് കേട്ടോ. 30 പേർക്ക് മാത്രമേ ഉള്ളൂ പെർമിഷൻ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി. ഡേ ട്രിപ്പിൽ 100 പേർക്ക് മാത്രമേ ഉള്ളൂ പെർമിഷൻ. അത് ശരി. വീക്കെൻഡിൽ കിട്ടത്തില്ല. വീക്ക് ഡേയ്സിൽ നോക്കിയാൽ ചിലപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ മാത്രമായിരിക്കും കിട്ടാൻ സാധ്യത. വേറെ ആരില്ല, നമ്മൾ മാത്രം ഉണ്ടാവും. അത് ശരി. ആ അതെ, നല്ലൊരു ഫാൾസ് ആണ്, സൂപ്പർ ഫാളാണ്. ഈ ഓടുന്ന സിനിമ വന്ന ശേഷമാണ് ആൾക്കാർ അറിയാൻ തുടങ്ങി. അതിന് മുമ്പ് ഗവി ഭയങ്കര ഫേമസ് ആണ്. അതിന് മുമ്പ് ഫുള്ള് ഫോറിനേഴ്സാണ്. ഇപ്പോൾ ഫോറിനേഴ്സ് ഇല്ല. അതാണ് വ്യത്യാസം. ഓൺലൈൻ ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഫാരി ചെയ്യാൻ പറ്റത്തില്ല. അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഇതൊരു പാക്കേജിൻ്റെ ഭാഗമാണ്. മുകളിൽ ടെൻറ്റ് താമസം, അല്ലെങ്കിൽ റൂമുകളിലെ താമസം, ഭക്ഷണം അടക്കമുള്ള പാക്കേജാണ്. നല്ല പാക്കേജുകളാണ്. നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ. പിന്നെ കാട്ടിലൂടെയുള്ളൊരു സഫാരി ഉണ്ട്. ഏതായാലും വർത്താണെന്നാണ് പറഞ്ഞത്. ഏതായാലും ഇനി വരുമ്പോൾ അങ്ങനെ ഇവിടെ ഒന്ന് താമസിച്ചിട്ട് ചെയ്യണമെന്നുണ്ട്. ഇതാണ് സാക്ഷാൽ ഗവി. ഇതിനിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഗവിയാർ ഡാം എന്നൊക്കെയാണ് കേട്ടോ പേര്. ഇവിടെ തൊട്ടിപ്പുറത്ത് ഗവി ഡാം എന്നും വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ അവിടെ KSEBയുടെ ഇതാണ് ഡാം. ഇതാണ് കേട്ടോ ഡാം. കാണിച്ചു തരാം. ഇന്ന് ഡാമുകളുടെ ഒരു കോൺഫെഡറേഷനാണ്, സമ്മേളനമാണ് ഇന്ന് മൊത്തം കണ്ടത്. ഒരുപാട് ഡാമുകൾ നമ്മൾ കണ്ടു. ഇവിടെ ദൂരെ ബോട്ടിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ സഫാരി ഉണ്ട്. അതെ, ബോട്ടിംഗ് ആണത്. ഇപ്പോൾ കാലാവസ്ഥ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കൂളി ചില്ലായിട്ടുണ്ട് ഇപ്പോൾ. നമ്മുടെ വണ്ടിയാണ്. ഇവിടെ എക്കോ ഷോപ്പാണ് കേട്ടോ. ഇത് എക്കോ ഷോപ്പാണ്. ഇവിടെ എന്താ ഉള്ളത് നോക്കാം നമുക്ക്. ഇവിടെ ഇങ്ങനെ ഒരു രൂപം കൊത്തി വെച്ചിട്ടുണ്ട്. വെൽക്കം ടു ഗവി. ഇവിടെ പ്രവേശനം പാസ്, പാക്കേജ് ബുക്ക് ചെയ്യണം കേട്ടോ. പാക്കേജ് ബുക്ക് ചെയ്താൽ മാത്രമേ ഇതിനൊക്കെ എൻട്രി ഉള്ളൂ. ഇതൊക്കെ ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ടി വരും. ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഗവി എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഏർപ്പാടുകളാണ്. ആ വണ്ടി കംപ്ലൈന്റ് എടുക്കാൻ വന്നാവും മറ്റേ. ഇത് മാറ്റി. ഇത് വണ്ടിപ്പെരിയാർ ടൈഗർ റിസർവിലെ അവരുടെ വണ്ടിയാണ്, ഫോറസ്റ്റിൻ്റെ. ഇതും കാട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് തന്നെയാണ്. വഴിയെന്താ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വേറൊരു വണ്ടി വന്നിരിക്കുക അവരെടുക്കാൻ വേണ്ടി. നമ്മളങ്ങനെ വീണ്ടും ചെക്ക് പോസ്റ്റിലെത്തി. പെരിയാർ ടൈഗർ റിസർവ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റിലൂടെ ഒരു വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വണ്ടി കംപ്ലൈൻ്റ് ആയി കിടക്കുന്നുണ്ടേ. അപ്പോൾ വേറൊരു വണ്ടി അങ്ങോട്ട് അയക്കണം. അതിൻ്റെ വർക്ക്ഷോപ്പ് നാളെയും കൊണ്ട്, എന്നാലേ അത് കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവൻ ഡ്രൈവർ അങ്ങോട്ട് പോയിട്ട് വിവരം പറയാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ പാസ് അവിടെ കാണിക്കാൻ വേണേ. വണ്ടിപ്പെരിയാർ തേക്കടി ഭാഗത്തേക്കേ ഈ വഴിയാണ് പോകേണ്ടത്. ബോർഡ് കണ്ടില്ലേ. ഇനിയിപ്പം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമായി. ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിതാ ചായത്തോട്ടങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഇതേ ചായത്തോട്ടം തുടങ്ങിയിരിക്കുന്നത്. ഫോറസ്റ്റ് എഴുന്ന ഫോറിനേഴ്സൊക്കെ അവിടെ വന്നിട്ട് സഫാരി ആയിട്ട്.
ഒക്കെ സഫാരിയാണ്. ഇവിടുന്ന് സഫാരി പോകുന്നുണ്ട്. ആണ്ടല്ലേ, ഫോറിനേഴ്സ് ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് വള്ളക്കടവ് അല്ലേ? വള്ളക്കടവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ആളുകളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയിരിക്കണം. ഇതൊക്കെ സഫാരി പോകാനുള്ള വണ്ടികളാണേ. കുറേ വണ്ടികളുണ്ട്. അടിപൊളിയായിട്ടുള്ള ഗവിയിലെ കാഴ്ചകൾ അതൊക്കെ ഇപ്പം കണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള വണ്ടിപ്പെരിയാറിലേക്കാണ് നമ്മൾ അടുക്കുന്നത്. പരുന്തുംപാറയും കണ്ടിട്ട് കുമിളി പിടിക്കുകയാണ് ഇന്നത്തെ ഉദ്ദേശം. ശേഷം മേഘമലയിലേക്ക് ഒരു യാത്ര പോകണം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ലൈക്കും കമൻറ്റും ഒക്കെ ധാരാളമായിട്ട് പോരട്ടെ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.